നല്ല മണം വരുന്നുണ്ടല്ലോ അച്ചായ. അച്ചായ എന്താ പരിപാടി? ചോറ് വെച്ചിട്ടുണ്ടോ? ആ, എന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കണം. എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തരുമോ? സാമീസിന്റെ പിക്കിളുണ്ട് കണ്ടോ. ചോറ് വേണ്ട അച്ചായ, കഞ്ഞി മതി, അച്ചാറ് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഒരു പണി, ഈ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ പാൽക്കഞ്ഞി ഉണ്ടാക്കി തരാം. ആണോ? 10 മിനിറ്റ് കൊണ്ട് ചോറെന്തെടുക്കും? ചോറ് കൊണ്ടല്ലേ കഞ്ഞി ഉണ്ടാക്കുന്നത്. ആണോ? അപ്പൊ പാൽക്കഞ്ഞിയും സാമീസിന്റെ അച്ചാറും. പാൽക്കഞ്ഞിക്ക് എടുത്തിരിക്കുന്ന സാധനങ്ങൾ: തേങ്ങാപ്പീര, നല്ല ജീരകം, കൊച്ചുള്ളി, പച്ചമുളക്, ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചു കഴിഞ്ഞു. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡും നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന സാമീസ് പിക്കിൾസ് ആണ്. താങ്ക് യു സാമീസ്. അച്ചാൻ ഇന്ന് നമുക്കൊരു പാൽക്കഞ്ഞി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അച്ചാന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ആ അരപ്പ് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. അപ്പം നേരെ വീഡിയോയിലേക്ക്. പാൽക്കഞ്ഞി ഉണ്ടാക്കി തുടങ്ങാം. 3 പാൽ ഒഴിക്കുകയാണേ. ചെറുപയർ ഇടുകയാണേ. ഇത് അടച്ചു വെച്ച് വേവിക്കാമേ. തുറന്നു നോക്കുകയാണേ. നമുക്ക് ഈ പയറൊന്ന് വെള്ളത്തിൽ ഇടണമായിരുന്നു, അത് പറ്റിയില്ല. പെട്ടെന്ന് അടുപ്പത്തോട്ടങ്ങ് ഇട്ടു, അതുകൊണ്ടാണ് വേഗം താമസിച്ചത്. 2 പാൽ ഒഴിക്കുകയാണേ. ചോറ് ഇടുകയാണേ. തിളക്കട്ടെ. തിളച്ചു വരുന്നു. അരപ്പ് ചേർക്കാം. ഇതൊന്നുകൂടെ തിളക്കട്ടെ. തുറന്ന് ഉപ്പിട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പിടുന്നേ. എടുക്കാറായോ? വിശക്കുന്നോ? ശക്കല പണിയൂടെ ഉണ്ട്. 1 പാൽ ഒഴിക്കുകയാണേ. നെയ്യ് ഇടുന്നേ. തേങ്ങാക്കൊത്തിടുന്നേ. നല്ല ജീരകം ഇടുന്നേ. താളിപ്പ് ചേർത്ത് കഴിയുമ്പോൾ പാൽക്കഞ്ഞി റെഡി. കണ്ണേ കലൈമാനേ കന്നിമയിലൻ കണ്ടേനുനെ നാനേ അന്തിപ്പകലൂനെ ഞാൻ பார்க்கிறேன் ஆண்டவனே இதைத்தான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ഓരാരിരോ. ചക്കരേ, അച്ചായൻ ഉണ്ടാക്കി തന്ന പാൽക്കഞ്ഞിയിലേക്ക് സാമീസിന്റെ മാംഗോ പിക്കിൾ ഇടുവാണ് ഞാൻ. അച്ചാറെടുക്കുമ്പം എല്ലാവരുടെയും വായി വെള്ളം വരത്തില്ലേ, അതേപോലെ എൻ്റെ വായിലും വെള്ളം വരുന്നു. മാംഗോ അങ്ങോട്ട് മാറി നിൽക്കുമോ. ലെമൺ പിക്കിൾ എടുക്കുക. കത്തി താഴെയിടാ. അച്ഛനാടാ പറയുന്നത്. കത്തി താഴെ. കളി എന്നോട് മാറിയിക്കണം അങ്ങോട്ട്. കൊതി വന്നിട്ടുമ്പോഴാണോ നീ ഇങ്ങനെ കയറി കൊല്ലിഞ്ഞ. എന്താ മണം ഇതിന്. ഇതെന്താണോ? നീ എൻ്റെ ശത്രുവാണോ? എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക. കൊതി കയറി മനുഷ്യൻ നിൽക്കുമ്പോഴാണ് നല്ല മണം വരുന്നുണ്ട്. എന്തായാലും ഇതുകൂടെ അങ്ങ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ചായ കഴിക്കട്ടെ? ചായ ഞാൻ ആവശ്യമുള്ള എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിക്കോട്ടെ. മാങ്ങയച്ചാറൊന്ന് എടുത്ത് നക്കി നോക്കട്ടെ. എന്തൊരു രസമുള്ള അച്ചാറാ ചായ. സാമീസിന്റെ അച്ചാർ നേരത്തെ കൂട്ടിട്ടുള്ളതാണ്. നല്ല അച്ചാറാണ്. മാങ്ങയച്ചാർ ഒരു രക്ഷയില്ല. പാൽക്കഞ്ഞിയോടൊപ്പം അമീസ് മാങ്ങയച്ചാറും കൊണ്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. പാൽക്കഞ്ഞിയുടെ ടേസ്റ്റും
കഞ്ഞിക്ക് പറ്റിയ പുളിയും പാകത്തിന് എരിവും. ഉപ്പുമാങ്ങ ഒക്കെ കഴിക്കുന്ന ഫീലല്ലേ ചേ? വെറൈറ്റി കഞ്ഞി ആയിക്കോട്ടെ കൊണ്ടാണ് ഈ കഞ്ഞി വെച്ചത്. ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നു, പയറ് കടിക്കാൻ കിട്ടുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ അച്ചാറിൻ്റെ പുളി. ഒന്ന് സങ്കല്പിച്ച് നോക്കി, ഏറ്റവും അവസാനം നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് വാ എന്നേ പറയാൻ പറ്റുള്ളൂ. തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാനുള്ള തീരുമാനമില്ല ചായ. ഇതിനെപ്പറ്റി എന്ത് പറയണം, തീരുമാനമായിപ്പോയി. അങ്ങനെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി വീണ്ടും അച്ചായൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നേക്കുവാണ്. കഞ്ഞി രാവിലെയും കുടിക്കാം, വൈകിട്ടും കുടിക്കാം, ഉച്ചയ്ക്കും കുടിക്കാം. ഇന്ന സമയമൊന്നുമില്ല, എപ്പോൾ വേണേലും കുടിച്ചോ, നോ പ്രോബ്ലം. ഒരു അച്ചാറും കൂടെ കരുതിക്കും കേട്ടോ. ഞാനിച്ചി ഒന്ന് കൈയിട്ട് കുഴച്ച് കഴിക്കട്ടെ പ്ലീസ്, എന്നെ ഒന്നും പറയല്ലേ. ഇപ്പോഴങ്ങോട്ട് തൃപ്തിയായി. കഞ്ഞി കൊള്ളാവോ? കഞ്ഞി ഗംഭീരമല്ലേ, ഭയങ്കര ലക്ഷറി ഫുഡ് കേട്ടോ. ആരും ആഗ്രഹിക്കുന്ന ഫുഡാണ്. ചൂട് പാൽക്കഞ്ഞി, അച്ചാറ്, മാങ്ങ അച്ചാറ് കഴിഞ്ഞു. ഇനി നാരങ്ങ എടുത്തിട്ടുണ്ടേ, ഒന്ന് തൊട്ട് നോക്കട്ടെ. ലെമണിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ പുളിയുണ്ട്, എരിവുണ്ട്, കയ്പുണ്ട്, എല്ലാം ഉണ്ട്. സാധാരണ കഞ്ഞിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. അച്ഛൻ എനിക്കിത് പാൽക്കഞ്ഞി ഉണ്ടാക്കി തന്നുകൊണ്ടാണ് ഞങ്ങൾ പാൽക്കഞ്ഞി കഴിക്കുന്നത്. ചേർനാത്തിൽ ഉപ്പിൻ്റെ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഇത് നല്ല പാകത്തിന് ഉപ്പ് ഇല്ല ചേ? അതെ അതെ, മറ്റുള്ള അച്ചാറെന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുതൽ ചേർക്കാം, കാരണം കേടാകാതിരിക്കാൻ. അങ്കപ്പിക്കള് മുത്താണ് കേട്ടോ, പവിഴമാണ്. ഈ രണ്ടച്ചാറും ട്രൈ ചെയ്ത് നോക്ക്. അച്ചാറിനകത്ത് നിന്നൊരു മുളക് കിട്ടി, മെൽറ്റായിപ്പോയി. സാമീസിൻ്റെ അച്ചാർ കൂട്ടി കഴിക്കാൻ പറ്റിയ കഞ്ഞിയാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അച്ചാറ് കൂട്ടി പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞു. ഉച്ചയ്ക്കാണ് കുടിച്ചത്, ഇനി അങ്ങോട്ട് കൂർക്കം വലിച്ച് ഉറങ്ങാം. ഗംഭീര കഞ്ഞിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സാമീസ് അച്ചാറും തന്നിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്ത് കാഴ്ചപ്പം ചോള ഒന്നും കാണാൻ പാറ്റുള്ള പിന്നെ കണ്ണൊക്കെ തുറന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, വേറെ വിശേഷമൊന്നുമില്ല, വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ എന്തെങ്കിലും പറയണ്ട ചെയ്യാം? ഒന്നുമില്ല. അപ്പോൾ സാമീസ് അച്ചാറുകൾ മേടിച്ച് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ.